ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നണം. ഇപ്പം എങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് കിട്ടിയ പത്രം എവിടെയെങ്കിലും മൂലയ്ക്ക് വെച്ച പള്ളിയിൽ വെച്ചാൽ നീ അവിടുന്ന് മാറിക്കളയുകയാണെങ്കിൽ അത് വെച്ചിട്ട് പോരുകയാണെങ്കിൽ ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവത്തെ പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദുരഭിമാനമാണ് എന്ന് ദൈവത്തിന് തോന്നും. അതോടുകൂടി നിൻ്റെ ഉടമ്പടി എല്ലാം കൊളാപ്സാകും. കാര്യം അത് വെച്ചാണ് അസസ്മെൻ്റ് നടക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം, ആത്മാക്കളുടെ വീട്ടിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം വെച്ചാണ് അസസ്മെൻറ്റ് നടക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടത്തേക്ക് നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവസ്റ്റ് ചെയ്യണത്? അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതിഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹണി എന്നും പറഞ്ഞൊരു മാൾ സാക്ഷ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ 97 അവളുടെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം 97,000 പേര് കാണുകയാണ്. അപ്പം ഇന്നത്തത് കൊണ്ട് 1,00,000 പേര് ഹണിയുടെ സാക്ഷ്യം കാണും. എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം 1,00,000 പേര് ഒരു 2 ദിവസം കൊണ്ട് തന്നെ 1,00,000 പേര് കാണുന്നത്? അത് ഇടിച്ചു കുത്തിയാണ് ഇത് പറയണത്. അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാണ്. ഇവിടെ മുഴുവനും അഭിഷേകം നിറയണം. കാരണം വെച്ചാൽ അവർ പറയണതിൻ്റെ കാര്യം അവരവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട്. കാര്യം ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട്. അതെൻ്റെ ഭർത്താവിന് 85% നടുവിൽ ഒടിഞ്ഞിരിക്കുന്ന കാലത്താണ്. മരിച്ചു പോകുന്നതിൻ്റെ ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ 85% നട്ടലിൻ്റെ 80% ഡാമേജായി. അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത്. പിന്നെയും കുറേ ഡാമേജുകൾ വരും. അപ്പം ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരണത്. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ 4 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. 4 ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. കർത്താവിൽ അവൾ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കർത്താവ് ഒറ്റ ഓപ്പറേഷൻ ഇല്ലാതെ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി. ശ്രുതികട ഹല്ലേലൂയ 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 അങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവം എന്നാണ് വിചാരിച്ചത്. ഈ ദൈവസ്നേഹം ഇങ്ങനെ അഭിഷേകമായി കഴിഞ്ഞപ്പോൾ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവം എന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി അമ്മയാണല്ലോ ഈശോൻ്റെ കൈ എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. ഇപ്പോൾ ഞാൻ ഈശോയോടാണ് സംസാരിക്കുന്നത്. കണ്ടില്ലേ എത്ര മനോഹരമായി പുതിയ തലമുറ യുവാക്കന്മാർ ദർശനം ലഭിച്ചതുപോലെ ആധ്യാത്മിക പക്വതയോടുകൂടി ദൈവത്തോട് സംസാരിക്കുന്നത് അത്ഭുത പദ്ധതിയാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ യേശു എത്ര നല്ലവൻ, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, യേശു എത്ര നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ. നമ്മുടെ സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ ക്ലിന്റൺ സാംസൺ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി. വെച്ച് കഴിഞ്ഞാൽ ഈ ഹണിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ്. എന്താ പറഞ്ഞത്? അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 1:38 കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോസ്തലന്മാരോട്, തന്നെ അന്വേഷിച്ച് വരുന്ന അപ്പോസ്തലന്മാരോട് എന്താ ചോദിക്കണത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പം നമ്മൾ ആദ്യഘട്ടത്തിൽ ഹണി അന്വേഷിച്ചത് എന്താണ്? അവളുടെ ഭർത്താവിൻ്റെ സൗഖ്യമാണ് അന്വേഷിച്ചത്. അവസാന ഘട്ടത്തിൽ മേരി മഗ്ദലിൻ ഈശോയോട് അന്വേഷിക്കുന്നുണ്ട്. 20:15 യോഹന്നാൻ്റെ സുവിശേഷം മേരി മഗ്ദലിനോട് ഈശോ ചോദിക്കും, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പം ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു യാത്രയാണ്. ആദ്യം നമ്മളുടെ സങ്കടങ്ങളെ ദൈവം കേൾക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് ആനുകൂല്യവും അനുഗ്രഹങ്ങളും കൈപ്പറ്റുന്നു. പിന്നീട് അതിലൂടെ പിടിച്ചു കയറി അവസാനം നമ്മൾ ദൈവത്തെ തന്നെ അനുഭവിക്കുന്നു, ദൈവമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. അതാണ് മേരി മഗ്ദലിനോട് ചോദിക്കുന്നത്, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോഴവൾ പറയുന്നൊരു വാക്കുണ്ട്, അതിലാണ് അന്വേഷണത്തിൻ്റെ അനുഭവം ഇരിക്കുന്നത്. അവളെന്താ പറയണത്? അതായത് 20:15 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ അവൾ പറഞ്ഞു,
പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ. പറഞ്ഞേ. അതായത് കർത്താവിന്റെ കല്ലറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ. അങ്ങ് പറഞ്ഞേ. അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. അതായത് കർത്താവിന്റെ കല്ലറയിൽ ഇവർ വെളുപ്പാങ്കാലത്ത് അന്വേഷിച്ച് വരിക. സുഗന്ധ തൈലങ്ങളൊക്കെ ഇട്ട് വരുന്നു. അപ്പോൾ സുഗന്ധ തൈലവുമായി കർത്താവിൻ്റെ ശരീരത്തിലെ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല. 6 മണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാവും. അപ്പോഴേ സാപത്താവും. പിന്നെ പൂശാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ, അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരാഞ്ഞെന്ന് തോന്നി. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം, മതിയായെന്ന് തോന്നരുത്. അതാണ് യഥാർത്ഥ സ്നേഹം. എത്ര സ്നേഹിച്ചാലും പോരെ എന്ന് തോന്നണം ദൈവത്തോട്. ദൈവമേ, നിൻ്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്കാവും, ഇന്നത് ഫയറാവും. എന്തിനാണെന്നറിയാവോ? നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നിയ ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആണ് ഇതിൻ്റെ ഒരു മർമ്മം എന്ന് പറയണത്. ഉടമ്പടി എത്ര എടുത്താൽ എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിൻ്റെ മനസ്സിൽ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ, അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടോ? കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവവേദന ഇന്ന് നിൻ്റെ ഉടമ്പടി ഫയറാകും. കൈയടി ശ്രുതികട്ടെ. ഹല്ലേലൂയ, യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് ഒരു വേർഡ് എപ്പോഴും ഷാഡോ വേർഡ് എന്ന് വെച്ചാൽ എപ്പോഴും പറയും. എന്നുവെച്ചാൽ ഓരോ വേർഡിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ദൈവവചനം തന്നെയായിരിക്കും. ഓരോ വേർഡിനും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡുണ്ട്, അതും ദൈവവചനം തന്നെയായിരിക്കും, എഴുതപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം. അതെന്താണ്? ഇപ്പം യോഹന്നാൻ 5:42 എന്താ പറയണത്? എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. എന്തറിയാം? നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട്. അതാണ് എൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. കർത്താവിൻ്റെ അസസ്മെൻറ്റിൽ വരുമ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് നമുക്ക് കിട്ടണം. എന്താണ്? എനിക്ക് നിന്നെ അറിയാം, നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. അതാണ് വിഷയം. ദൈവം നോക്കണത് അതാണ്. ദൈവം നോക്കണത് എനിക്ക് നിന്നെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിന്നെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുന്ന കർത്താവ് തന്നെ മറിച്ചും പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. ആരോട് പറഞ്ഞാണ്? മേരി മാഗ്ഡലിനോട് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. മനസ്സിലായി? നിനക്കറിയത്തില്ല, നീ ഇപ്പോഴും പറയണത് ഞാൻ തോട്ടക്കാരനാണെന്നാണ് പറയണത്. പക്ഷെ ഐ നോ യു. എങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാവുന്നത്? നീ എന്താ ചോദിച്ചത്? പ്രഭു. പറഞ്ഞേ, പ്രഭു അങ്ങാണ് അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തോണ്ട് പോകാം. അതെന്താണ്? അത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഈശോ പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. എന്താണ്? നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. എൻ്റെ ദൈവത്തിൽ എന്നാണ് നിനക്ക് സാധാരണ ലെവലിനേക്കാളും ഒരു കോമൺ പീപ്പിളിനേക്കാളും ഉയർന്ന നിലവാരം ദൈവസ്നേഹം നിറയുന്നുവോ അന്ന് ഉടമ്പടി ഫയറാകാൻ തുടങ്ങും. കാര്യം ഇത് ഉടമ്പടിയാണല്ലോ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റ് അല്ലേ. ദൈവം ഒരു പേഴ്സൺ, നമ്മളൊരു പേഴ്സൺ, നമ്മളും ദൈവവും തമ്മിലുള്ള ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പക്ഷേ അതിന് കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ പണിക്ക് പോകാവൂ. എന്താണ്? ആദ്യം നമ്മൾ അസസ് ചെയ്യണം, ഇതിനുള്ള ദൈവസ്നേഹം എന്നിലുണ്ടോ, ഒരു ഉടമ്പടി ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവസ്നേഹമുണ്ടോ? പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞാനുമായി ഒരു ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായ അമിത സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. Hallelujah, hallelujah, hallelujah.
പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ മേരി മാഡം എന്താ പറയണത്? പ്രഭു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചോണ്ടേ കരഞ്ഞോണ്ട് നിൽക്കല്ലേ ആള്, കല്ലറയിൽ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ. അപ്പം ഈ ചില്ലിപ്പാളി, കണ്ണീരിൻ്റെ ചില്ലിപ്പാളിക്ക് ഉള്ളിലൂടെയല്ലേ കർത്താവിനെ കാണുന്നത്. അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തോന്നിയിട്ട് അവൾ പറയും, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക. അപ്പം ഉയർത്തെഴുന്നേറ്റ കാര്യം അവൾക്ക് അറിയത്തില്ല, അവളോട് കർത്താവ് അത് പറഞ്ഞിട്ടില്ല. അവൾക്ക് ആ വേദപാഠം അറിയത്തില്ല, അവൾക്ക് ആ ദൈവശാസ്ത്രം അറിയത്തില്ല. ഇതെല്ലാം കേട്ട കക്ഷികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണല്ലോ സഭയുടെ അവസ്ഥ. ഇപ്പം ഇതെല്ലാം അറിയാവുന്ന കക്ഷികൾ ഉറക്കം തൂങ്ങുകയും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കയറി സുവിശേഷ വേല നടത്തുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയൊരു സാക്ഷ്യ കൂടാരമാണിത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സഭയിൽ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും വലുതായിട്ട് അറിയേണ്ടത്. എന്താണ് അറിയേണ്ടത്? ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്ത് യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 17:3. യോഹന്നാൻ 17:3. ഏകസത്യദൈവമായ അവിടുത്തെയും പറഞ്ഞേ, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ എങ്ങനെയാണ് അറിയണത്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അറിയണത് സ്നേഹത്തിലൂടെയാണ് അറിയണത്. നിത്യത വരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നിനക്ക് ദൈവത്തുള്ള സ്നേഹത്താലാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? സ്നേഹം വർദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ? ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്നു, ഉടമ്പടി ഫയറാകാൻ പോകുന്നു നമുക്കറിയാൻ പറ്റും. ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? നമുക്ക് എളിമ രൂപപ്പെട്ടു വരും. മനസ്സിലായി? നമുക്ക് സ്നേഹ പാരവശ്യം മാത്രമല്ല. ഇപ്പം ഹണിയുടെ സാക്ഷ്യത്തിൽ അതാണ് പറയണത്. ഹണി എന്താ പറയണത്? ഞാനിപ്പോൾ ഈശോയോട് നേരിട്ട് സംസാരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി ഈശോയെ സ്നേഹിക്കുമ്പോൾ ദൈവഹിതം അറിയാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കേട്ടോ, ഈ മനുഷ്യരൊക്കെ ഇപ്പോൾ ദൈവഹിതം അറിഞ്ഞാൽ ജീവിക്കണത്. ദൈവഹിതം, അതായത് ഒരു വ്യക്തി ആധ്യാത്മികമായി ജീവിക്കണത് എങ്ങനെയാണ്? ദൈവഹിതം അറിഞ്ഞാണ് ജീവിക്കണത്. അതായത് ഇതിനകത്ത് വേറെ രസമുണ്ടായി. ഈ ദിവസങ്ങളിൽ നന്ദന കട്ടപ്പനയെന്നൊരു അവൾ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ എനിക്ക് കല്യാണം ഒക്കണില്ലെന്ന് നിനക്കറിയാം, പക്ഷെ നീ ആഗ്രഹിക്കാത്ത ചെറുക്കൻ എനിക്ക് ആവശ്യമില്ല. നന്ദനയാണ്. നന്ദനെ ആര് പഠിപ്പിച്ചത്? നന്ദന പറഞ്ഞ, കർത്താവേ എനിക്ക് കല്യാണം നോക്കണില്ലെന്ന് നിനക്കറിയാം, പക്ഷേ ഈ ചെറുക്കൻ നീ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എന്നോട് പറയണം. ഞാൻ നിനക്ക് 10 ദിവസം തരാം. 10 ദിവസത്തിനുള്ളിൽ, കുറേ നാളായിട്ട് ഇവർ വിളിക്കാതിരിക്കുകയാണ് ചെറുക്കൻ്റെ ആൾക്കാർ. 10 ദിവസത്തിനുള്ളിൽ അവരെന്നെ വിളിക്കണം. അല്ലെങ്കിൽ ഞാൻ അവനെ പിടിച്ചിട്ട് അവനെയും കൊണ്ടുവന്ന് കൃപാസനത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പറയും, ഈ കല്യാണം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു, ദൈവഹിതമല്ലെന്ന് പറയുമെന്ന്. എങ്ങനെ ഉണ്ട് പരിപാടി? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന സ്നേഹമേ സ്നേഹമേ ആരാധന. അപ്പം ഈശോയിലേക്കുള്ള വഴികളിൽ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ലീപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? 2 കാര്യം സംഭവിക്കും. ഒന്ന്, ദൈവസ്നേഹം കൂടും. ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് എന്ത് വരണത്? എളിമ വരണത്. ഞാനെപ്പോഴും അതാണ് അവൾ പറയണത്. അതായത് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോ പറയാത്ത ചെറുക്കനെ കല്യാണം ഞാൻ കഴിക്കത്തില്ല. 10 ദിവസം ഞാൻ ഈശോയ്ക്ക് കൊടുക്കും. എന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ ആ ചെറുക്കൻ എന്നെ വിളിച്ചില്ല. ഇത്രയും നാളെ കുറേ നാൾ വിളിക്കാതിരിക്കുകയല്ലേ. അപ്പോൾ ദൈവഹിതമാണെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന അവൻ എന്നെ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കും. എന്നിട്ട് എന്താണ്? ഞാൻ കൃപാസനത്തിൽ കൊണ്ടുവരും അവനെ. എന്നിട്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് പറയും, നമ്മൾ തമ്മിൽ പിരിയാണ്, ഈ കല്യാണം ദൈവം ആഗ്രഹിക്കണില്ല.
അപ്പം ദൈവത്തിനാണ് പ്രാധാന്യം. മനസ്സിലായില്ലേ? അതാണ് ഈ മനുഷ്യൻ്റെ ഈ പ്രയോറിറ്റി ഓഫ് റെഫറൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് ഉന്നതമായ സ്ഥാനം കിട്ടുമ്പോൾ അതിനർത്ഥം അവളുടെ ജീവിത പങ്കാളിയൊക്കെ ഉള്ളവർ ദൈവത്തെ അവൾ സ്നേഹിക്കുന്നു. അതെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അത് പറഞ്ഞില്ല, അടുത്ത സെക്കൻഡിൽ ചെറുക്കൻ അവളെ വിളിക്കും. ശ്രുതികട ഹല്ലേലൂയ. അതാണ് ആ സാക്ഷ്യത്തിൻ്റെ ഹിറ്റ് എന്ന് പറയണത്. അപ്പം ദൈവം ശ്രദ്ധിച്ചു. മോളെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ്, നീ വിഷമിക്കില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, സത്യസന്ധമാണ് നിൻ്റെ ആധ്യാത്മിക ജീവിതമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു പഞ്ഞവുമില്ല, അതിനൊരു പഞ്ചുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒക്കട്ടെ, കിട്ടിയ കുട്ടി പോയേ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയത്തിൽ നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോഴാണ് ദൈവം നമ്മുടെ ഈ ജന്മത്ത് മിണ്ടത്തില്ല. കാര്യം എന്താണ്? നിന്നെ ദൈവം സൈലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിനെ നീ ലൈനിൽ കൊണ്ടുവരണം. അതെന്നുവെച്ചാൽ അതിന് ഇപ്പം തന്നെ ഇപ്പം 20:15 വായിച്ചില്ലേ, അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് മേരി മഗ്ദലിൻ പറഞ്ഞു, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ എന്താ വിചാരിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഡ് ബോഡിയെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, മേരി മാഗ്ദലിനോട് പുനരുദ്ധാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ല. പാഷൻ പ്രഡിക്ഷൻസ് എന്ന് പറയുന്ന പീഡാനുഭവ പ്രവചനങ്ങൾ 3 പ്രാവശ്യവും 4 പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത് പത്രോസിനോടും അന്ത്രയോസിനോടും യോഹന്നാനോടും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനോട് പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത ആളാണ് ഇപ്പോൾ വന്നിട്ട് പറയണത് കർത്താവിന് പുനരുദ്ധാനത്തെക്കുറിച്ച് അവർക്ക് ഐഡിയ ഇല്ല. അവൾ പറഞ്ഞിരിക്കുന്നത് കർത്താവ് മരിച്ചുപോയി, ഇപ്പോഴേ അവൻ്റെ ബോഡി കാണാനില്ല. അപ്പം അതുകൊണ്ട് അങ്ങാണ്ട് എടുത്ത് മാറ്റിയെങ്കിൽ എന്നോട് പറയണം. തോട്ടക്കാരനോട് അവൾ പറയും. എന്ത് ചെയ്യണം? എന്തിനാണ് ഇവളോട് പറയണത്? ഞാൻ വന്ന്, നിങ്ങൾക്കറിയാമല്ലോ ടൂറില്ല വിശുദ്ധ കച്ചയെക്കുറിച്ച്, കർത്താവിൻ്റെ പുനരുദ്ധാന കച്ചയെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തിന് 140 റാത്തലുണ്ടെന്നാണ്. 140 റാത്തൽ മീൻസ് നമ്മളുടെ ഒരു 70 കിലോ. അപ്പോൾ 70 കിലോ ബോഡിയാണ് ഈശോയുടെ ബോഡി വെയിറ്റ് എന്ന് പറയണത്. അപ്പോൾ ചീർത്ത് കഴിഞ്ഞപ്പോൾ മേരി മാഗ്ദലിൻ പറയണത് എന്തെന്നാണ്? ഇപ്പം 3-ാം ദിവസമല്ലേ പറയണത്. അപ്പോൾ ആ ബോഡി ചീർത്ത് കാണും. ആ ചീർത്ത ബോഡി ഇവളൊറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാമെന്നാണ് പറയുന്നത്. ഇവക്കൊന്നും കിട്ടത്തില്ല, ദുർഗന്ധം മാത്രമേ കിട്ടത്തുള്ളൂ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി നിനക്ക് നഷ്ടമോ കഷ്ടമോ അപമാനമോ കിട്ടത്തുള്ളൂ നീ മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ പുനരുദ്ധാനത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകും. കൈയ്യടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മനസ്സിലായില്ലേ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേരി മാഗ്ദലിനെ പോലെ സ്നേഹിക്കുക എന്ന അർത്ഥം. എപ്പോഴും ബൈബിൾ പറയുന്ന ഒരു വിളിക്കൊരു വെല്ലുവിളിയുണ്ട്. ബൈബിൾ ഒരു വിളിയും ഒരു വെല്ലുവിളിയും കൂടിയാണ് ബൈബിൾ ഉയർത്തണത്. ഇപ്പോൾ യോഹന്നാൻ 1:38 എന്താ പറയണത്? അന്ത്രയോസും പത്രോസും കർത്താവിനോട് ചോദിച്ചു, പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു. അപ്പോഴെന്താ ഈശോ പറയണത്? വന്ന് കാണുക. ഇത് തന്നെയാണ് നാഥാനിയനോട് പറയണത്. 1:46 നാഥാനിയൻ ചോദിക്കും, ബിലീവേഴ്സ് ചോദിക്കും, നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? ഉത്തരം എന്താണ്? വന്ന് കാണുക. ക്രിസ്തുവിൻ്റെ എല്ലാവിധ ആഭിമുഖ്യങ്ങളിലും എൻകൗണ്ടർ വിത്ത് ജീസസിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് വരികയുണ്ട്, പിന്നെ ഒന്ന് കാണുകയുണ്ട്. വരികയും ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? വന്നാൽ മാത്രം പോരെ, പിന്നെ എന്താണ്? കാണുകയും ചെയ്യണം. വരിക എന്നുള്ളതും കാണുക എന്നുള്ളതും നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. വരികണതിന് കഷ്ടപ്പാടുണ്ടല്ലേ? അതാണ് ഓൺലൈൻ ഉടമ്പടിയേക്കാൾ. ഓൺലൈനിൽ ഉടമ്പടി എടുത്താലും ചിലക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുത്താൽ ഞാൻ സാക്ഷ്യം പറയിപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർ കണ്ടോ എന്ന് ഞാൻ തിരക്കും. അവർ അതിനുവേണ്ടി വ്യയം ചെയ്തോ? അവരതിനുവേണ്ടി അധ്വാനിച്ചോ? അവർ പത്രം വാങ്ങിച്ച് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തോ? രോഗികളെ പോയി കണ്ടോ? നമുക്കറിയത്തില്ല ഓൺലൈൻ ഉടമ്പടി. പക്ഷേ ഓൺലൈൻ ഉടമ്പടി അമ്മ ഹോണർ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും 10ഉം 50ഉം ഓൺലൈൻ ഉടമ്പടിക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല ശരിക്ക് സ്പെൻഡ് ചെയ്തവരാണ്, അവർ വന്നവരാണ്, അവർ കണ്ടവരാണ്. രണ്ടും 2 വിഷയമാണ്. വരിക എന്നുള്ളത് കർത്താവിനെ അറിയാനുള്ള ആഗ്രഹമാണ്, കാണുക എന്നുള്ളത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ്. 2 2ആണ്. അതാണ് ഈ മേരി മാഗ്ദലിൻ ചെയ്യണത്. അവൾ വന്നു, പിന്നെ എന്താണ്? കണ്ടു. കണ്ടിട്ട് എന്ത് പറഞ്ഞു? കണ്ടതിൻ്റെ എൻ്റെ അകത്തുള്ള കണ്ടൻറ് വൈസ് എന്താണത്? ഞാൻ വന്നവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം.
കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ഞാൻ അവനെ സുഗന്ധ പൂശിക്കൊണ്ട് അവൻ്റെ മാന്യതയ്ക്ക് അർഹമായ വിധത്തിൽ ഞാൻ അവൻ വീണ്ടും സംസ്കരിക്കാം. എൻ്റെ സ്നേഹത്തോടെ. എന്തോ ഒരു സംഭവമാണ്. ഒന്നും കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു കാതലാണ് മേരി മാഗ്ഡലിൻ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.